ഹലോ, ഇന്ന് നമുക്കൊരു വലിയൊരു മീനെ കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം. കേട്ടാ, നമ്മുടെ ചൂണ്ട പിടിച്ചായിരുന്നു. നല്ലതായിട്ട് ഇപ്പൊ കാണിച്ചു തരാവേ. കണ്ട, ഈ ചരുവത്തിന്റെ വലിപ്പം കണ്ട, ചരുവത്തിനകത്ത് കിടക്കുന്ന പോലും ഇല്ല. ഇത്രയേ ഉള്ളു. പിന്നെ 2 വരാലിനെയും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചൂണ്ടയിൽ തന്നെ പിടിച്ചതാണ്. ഇനി ഇതിൻ്റെ ചെറിയൊരു പ്രിപ്പറേഷൻ വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ നമുക്ക് ആദ്യം ഇവനെ ഒന്ന് ഉടച്ചെടുക്കണം. ഇവനെ ഇത് ഞാനൊരു വരും. അപ്പൊ ആദ്യം ഇവന്റെ കടിച്ചു കേട്ടോ. ആദ്യം ഇവന്റെ പൂ നമുക്ക് പറിച്ചെടുക്കാം. വെച്ചു കൊടുത്തത് അണപ്പല്ലിനകത്തോട്ട്. എന്താ, പലരും പല രീതിയിലേക്ക് എടുക്കുക. നമ്മുടെ രീതി എന്താ, ഇതിനെ നമ്മളിതിനെ നമ്മുടേതായ രീതിയിൽ സ്റ്റൈലിൽ നമ്മളിതിനെ എടുക്കുകയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇത്ര ഉണ്ടോ? നമ്മുടെ തോട്ടിൽ നിന്ന് കിട്ടിയ മീനുണ്ട്. ഈ മീനിന്റെ പേരെന്താ? ഇത് ചേറുമീനാണ് കേട്ടോ. ആർക്കും അറിയത്തില്ല. അപ്രതീക്ഷിതമായി കിട്ടിയത് അല്ലേ? ഞാൻ പറയാം. ഓ, ഇതിന്റെ പല്ലുണ്ട്. എത്ര പല്ലാ ഇതിന്? നമ്മുടെ ചൂണ്ട നമ്മൾ സാഹസികമായിട്ട് ചൂണ്ട ഊരി എടുത്തിട്ടുണ്ട്. ഈ ചൂണ്ട കൈ പിടിച്ച് അതുകൊണ്ട് തൊലി നമുക്ക് ഊരിയാണ്. അതാണ് നമ്മൾ ആദ്യത്തെ ടാസ്ക്. അപ്പം വേണ്ട, നമ്മൾ ഇത്രയും പഠിച്ചിട്ടുണ്ട്. ഒരാളെ കൊണ്ടൊന്നും നടക്കത്തില്ല കേട്ടോ. സിന്തോമ്മ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. സിന്തോമ്മയാണ് ഇതിൻ്റെ ഫുള്ള് പിടിച്ച് പറിച്ച് സെറ്റ് ചെയ്ത് നമ്മൾ. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ തല അങ്ങ് എടുക്കും. വേണ്ട, മറ്റേ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എന്നാ ശരിയാണ്? രേഷ്മ ഉണ്ടായിരുന്ന ഞെട്ടിയാനല്ലേ? എന്ന് പറഞ്ഞു കേട്ടില്ലേ? ഫാമിലി മീനൊക്കെ ഇതിനകത്തുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടില്ല. പിന്നെ കടലിലെ മീനെ കണ്ടിട്ടുള്ളൂ.
അല്ലെ പിന്നെ വല്ല വലക്കാരും പോയി പിടിക്കുന്ന മീനുകൾ. അമ്മയ്ക്ക് കൈ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഇരുന്നത്, അല്ലെങ്കിൽ ഞാൻ അവിടെ അല്ലേ വലിയ നിനക്ക് എടുക്കുന്നു. കട്ടുണ്ട് എന്തായാലും കരളത്. ഇത്ര നീളമുണ്ടായി മീൻ. മോശം പറയുമല്ലോ. അങ്ങനെ നമ്മുടെ മീൻ സിന്ധമ്മ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് സിന്ധമ്മയുടെ പ്രിപ്പറേഷൻ. തല നല്ല രീതിയിൽ ചെതുമ്പലെല്ലാം ചെത്തി വൃത്തിയാക്കി എനിക്ക് കടിച്ചു. മീനെന്നെ കടിച്ച പാടാണ്ട, കയ്യിലെല്ലാം കടിച്ചു. ആ പല്ലൊന്ന് കാണിച്ചമ്മ. എൻ്റെ വലിയ അണപ്പല്ലുണ്ടായിരുന്നല്ലോ, എവിടെ കളഞ്ഞ്? അതിന് എടുത്ത് അതല്ലെന്ന്. ആ ഇവിടെയൊക്കെ ഇരിക്കും. കാണാവോ കുഞ്ഞിപ്പല്ലുകള്? കണ്ട ഈ പല്ല് വെച്ചാ അതെന്നെ കടിച്ചത്. ഒരു മിനിറ്റ് കാണിക്കട്ടെ. പല്ലുണ്ട്. ഈ പല്ലാണ് ഭയങ്കര മുറിച്ച് കഴിഞ്ഞു. എന്തായാലും നമ്മൾ വെട്ടിയെല്ലാം വൃത്തിയാക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് കാണാം. അപ്പൊ നമ്മുടെ ചേർമീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വരുന്നത്. ഒരു പീസ് വറുത്തത്, കപ്പ എല്ലാം കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അടുത്തോട്ടോ.
കപ്പ നല്ലതായിട്ട് ഈ മുളകിന് ചാറിനകത്തോട്ട് ഇങ്ങനെ മുക്കിയിട്ട് ഒരു കഷ്ണം പീസ് സൂപ്പർ. ചെറിയൊരു തക്കാളിയുടെ പീസൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഡെക്കറേഷൻ. നല്ല മൊരുമരാന്നുള്ള 4 ഭാഗം വറുത്തതാണ് കേട്ടോ. സൂപ്പർ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.